എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോകാം. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ട്രാഫിക് സയൻസ് ആണ് ട്ടോ. നോ യുവർ ട്രാഫിക് സയൻസ്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി UK കാറാണെങ്കിലും ട്രക്കാണെങ്കിലും നമ്മൾ ട്രാഫിക് സയൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ സൈൻ ബോർഡ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ എന്നല്ല, എല്ലായിടത്തും പ്രാധാന്യമുണ്ട്. നമ്മുടെ നാട്ടിലും പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ നാട്ടിലധികം ആ, ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല. ഞാൻ ഈ നാട്ടിൽ ഇത്രയും വർഷത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഇവിടെ വന്നിട്ടാണ് ട്ടോ ഇത് ഇത്രയധികം സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ട്രാഫിക് സയൻസിലെ ശരിക്കും പറഞ്ഞാൽ ഈ സൈൻ ബോർഡുകളുണ്ടല്ലോ, നാലായിട്ട് തിരിക്കാം കേട്ടോ. നാലായിട്ട് തിരിക്കാൻ വെച്ചാൽ എല്ലാം തന്നെ നമുക്ക് ഷേപ്പ് വരുന്നത് റൗണ്ട് ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ട്, പിന്നെ സ്റ്റോപ്പ് സയൻസ്. സ്റ്റോപ്പ് സയൻസിന് മാത്രം പ്രത്യേകതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ട്രാഫിക് സൈൻ ആണ് വരുന്നത്. ഈ റൗണ്ട് സൈനിൽ വരുന്ന എല്ലാം ലോ അനുസരിച്ച് നിർബന്ധമായിട്ട് അനുസരിക്കേണ്ടതാണ്. അതായത് മാൻഡേറ്ററി സയൻസ് ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊരു റെഡ് സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും, റെഡ് റൗണ്ട് ആയിരിക്കും, അതിനകത്തായിരിക്കും ഇൻഫർമേഷൻസ് ഇത് വരുന്നത്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഷേപ്പ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ആയിരിക്കും. ട്രയാങ്കിൾ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഷണറി അല്ലെങ്കിൽ വാർണിംഗ് സയൻസ് തരുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും മുൻകൂട്ടിയുള്ള അറിയിപ്പുകൾ തരുന്നുണ്ടല്ലോ, അതാണ് ട്രയാങ്കിൾ ഷേപ്പിനുള്ളിൽ വരിക. ഉദാഹരണത്തിന് വലിയൊരു ഇറക്കമുണ്ട്, അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ വരുന്നുണ്ട്, കഞ്ചക്ഷൻ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് റെക്റ്റാങ്കിൾ സൈൻ ബോർഡ്സ് ആണ്. റെക്റ്റാങ്കിൾ സൈൻ ബോർഡ്സ് ഇവിടെ കളർ കോഡ് ഉണ്ട് കേട്ടോ. നാട്ടിലും ഉണ്ട് കളർ കോഡ്. നാട്ടിലെ കളർ കോഡ് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. ഇവിടെ വരുന്നത് 4 കളർ കോഡാണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ബ്ലൂ ആണ്. ബ്ലൂ കളർ കോഡ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ അതൊരു എക്സ്പ്രസ് വേ അല്ലെങ്കിൽ മോട്ടോർ വേ ആയിരിക്കും. അതായത് 4 വരി 6 വരി അങ്ങനെയുള്ള പാതകളായിരിക്കും, എക്സ്പ്രസ് പാതകളായിരിക്കും. പിന്നെ വരുന്നത് ഗ്രീൻ റെക്റ്റാങ്കിൾ ആയിരിക്കും. ഗ്രീൻ റെക്റ്റാങ്കിൾ വരുന്നത് നമ്മുടെ മേജർ റോഡുകളുണ്ടല്ലോ, മെയിൻ റോഡുകൾ. നാട്ടിലെ ഗ്രീൻ കളറ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ PWD റോഡുകൾക്കാണ് ഗ്രീൻ കളർ കൊടുക്കുന്നത് അല്ലേ. ദേശീയപാതയുടെ എങ്ങനെയാണെന്നൊരു സംശയമുണ്ട്. പിന്നെ വരുന്നത് ബ്രൗൺ കളറിലുള്ള റെക്റ്റാങ്കിൾ ബോർഡ്സ് കാണും. ഈ ബ്രൗൺ കളറ് കാണുന്നത് നമ്മുടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ ഇല്ലേ, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൗൺ കളറിൽ കൊടുക്കുന്നത്. പിന്നുള്ള ഉള്ളതാണ് വൈറ്റ് റെക്റ്റാങ്കിൾ ബോർഡ്. വൈറ്റിൽ വരുന്നത് ഈ പ്രൈമറി റോഡുകളുണ്ടല്ലോ, ഒരു പ്രദേശത്തെ മെയിൻ റോഡുകൾ. ഇപ്പോൾ ഒരു ടൗണിൽ ചെന്നാലുള്ള അവിടുത്തെ ഒരു പ്രൈമറി റോഡുകൾ, മെയിൻ റോഡുകളെ കാണിക്കാനാണ് ഈ വൈറ്റ് കളറിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വലിയ ബോർഡിൽ ഇതുപോലെ എല്ലാ കളർ കോഡിലും ഇങ്ങനെ റെക്റ്റാങ്കിൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ കളർ കോഡ് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇത് മോട്ടോർ വേയിലോട്ട് പോകണയാണോ, ഏത് വേ ആണ് അത് കാണിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ സ്റ്റോപ്പ്. സ്റ്റോപ്പിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, യൂണിവേഴ്സൽ ഒരു ഷേപ്പായിരിക്കും. അതായത് 8 വശങ്ങളുള്ള ഒരു ഷേപ്പായിരിക്കും സ്റ്റോപ്പ് സയൻസ്. അത് അങ്ങനെ കൊടുക്കാനൊരു കാരണമുണ്ട് കേട്ടോ, യൂണിവേഴ്സലി. കാരണം സ്റ്റോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈനാണ്. അതായത് നമ്മളൊരു T റോഡിലോട്ടോ അല്ലെങ്കിൽ ഒരു ഇട റോഡിലോട്ടോ ഒക്കെ കയറുമ്പോൾ നിർത്തിയെടുക്കേണ്ടതായിട്ടുള്ള പല റോഡുകളും ഉണ്ടാകും. പ്രത്യേകിച്ച് യൂറോപ്യൻ UK കൺട്രികളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും
സ്നോഫാൾ ഉണ്ടാവും, മഞ്ഞ് വീഴ്ച ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് എന്താ പറയുക, ഈ ബോർഡിൻ്റെ സൈൻ കാണാതെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ, അതൊരു സ്റ്റോപ്പ് ബോർഡാണെന്ന്. വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കൊണ്ട് മനസ്സിലാക്കാം അത് ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പാണ്. അപ്പോൾ അതൊരു സേഫ്റ്റി റീസൺസ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ് യൂണിവേഴ്സലി സ്റ്റോപ്പ് സൈൻ ഒരേ ഷേപ്പിലായിരിക്കും. അതായത് ഈ 8 വശങ്ങളുള്ള ഷേപ്പായിരിക്കും സ്റ്റോപ്പ് സൈനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ന്യൂ അറിവാണെങ്കിൽ, പുതിയ അറിവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നന്ദി, നമസ്കാരം. സോ സേഫ് ഡ്രൈവിംഗ്, ഹാപ്പി ഡ്രൈവിംഗ്. താങ്ക് യു.